പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ക്രിസ്തുമസ് 2025 എത്ര വേഗമാണ്! ക്രിസ്തുമസ് 24 നിന്ന് 25 നമ്മൾ കടന്നു വന്നത്. ക്രിസ്തുമസ് 2025 നമുക്ക് ഒരു ചെറിയ വാക്യം നമ്മുടെ ഹൃദയത്തിൽ കുറിക്കണം: ദൈവം നമ്മോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ, യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം വിശുദ്ധ മത്തായി ശ്ലീഹ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ദൈവവചനം, ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുകയാണ്, ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള അമ്മാനുവേൽ എന്ന് പേരിടണം. അമ്മാനുവേൽ, ഇമ്മാനുവേൽ രണ്ട് രീതിയിൽ ഉച്ചരിക്കും. അതിൻ്റെ അർത്ഥം ഗോഡ് വിത്ത് അസ് എന്നാണ്. ദൈവം നമ്മോടുകൂടെ. ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഗോഡ് വിത്ത് അസ്. God is above. God is everywhere. God is here and there. God is everywhere. പക്ഷേ ഇവിടെ ശക്തമായ ഒരു സന്ദേശം ക്രിസ്തുമസിൽ ഈ വർഷം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മോടുകൂടെ, ദൈവം എന്നോടുകൂടെ. പ്രയാസങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രാരബ്ധങ്ങൾ ഉണ്ടായപ്പോൾ, ഒറ്റപ്പെട്ടപ്പോൾ, താഴ്ത്തപ്പെട്ടപ്പോൾ, ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയ സന്ദർഭത്തിൽ ദൈവം എന്നോടുകൂടി. ദൈവം മനുഷ്യനായി പിറന്നു, യേശു. ആ യേശുവിൻ്റെ തിരുസാന്നിധ്യം കൊണ്ട് ഞാൻ അനുഗ്രഹീതനായി. ഈ അനുഭവം ഈ ക്രിസ്തുമസിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ അയവിറക്കുകയാണ്. ദൈവം ഏതെല്ലാം അവസ്ഥകളിലാണ്, അവസ്ഥാന്തരങ്ങളിലാണ് എന്നോടുകൂടെ ഇരുന്ന് കരം പിടിച്ച് എന്നെ വഴി നടത്തിയത്. അങ്ങനെ കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു ദൈവം നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് നീ ഭയപ്പെടണ്ട. വേദപുസ്തകത്തിൽ ഈ രണ്ട് വചനങ്ങളും ചേർന്ന് വരും. ഭയപ്പെടേണ്ട 365 പ്രാവശ്യം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കണക്ക്. ഓരോ ദിവസവും ദൈവം വന്ന് നമ്മളോട് പറയുക, കുഞ്ഞെ ഭയപ്പെടണ്ട. അതോട് ചേർന്ന് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വചനമാണ് ഈ ചേർത്ത് വെച്ചത്: ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 5-ാം വാക്യം: ഭയപ്പെടണ്ട, ഞാൻ നിന്നോടുകൂടെ. Fear not, I am with you, says the Lord God. യഹോവയായ ദൈവം കൽപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം എഴുതുകയാണ്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോടുകൂടെ. ഭയപ്പെടേണ്ട എന്ന വചനത്തോട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചേർന്ന് വരുന്നതാണ് ഞാൻ നിന്നോടുകൂടെ. നമുക്ക് ബേത്ലഹേമിലേക്ക് പോകാം. അവിടെ കാലിത്തൊഴുത്തിൽ ഒരു കുഞ്ഞ് പുൽമത്തയിൽ കിടക്കുന്നു, കീറ്റത്തുണി കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്നു. ഇടവും വലവും കന്യകമറിയാമും യൗസേപ്പും ഇരിക്കുകയായി. ദൈവത്തിൻ്റെ സാന്നിധ്യം ഓതിക്കൊണ്ടുള്ള നക്ഷത്രം നാം കാണുകയായി. ഒരു ചിത്രമാണ് നമ്മളുടെ മുമ്പിൽ. ആ ചിത്രത്തെ നമ്മൾ നോക്കുകയാണ്. പുറം കണ്ണുകൊണ്ടല്ല, അകക്കണ്ണുകൊണ്ട് നോക്കുകയാണ്. നോക്കിയിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്, നിന്റെ ദൈവം, ഉണ്ണിയായി പിറന്ന ദൈവം, ആ തിരുസാന്നിധ്യം ഇന്ന് നിന്നോടുകൂടെയുണ്ട്. അതാണ് ക്രിസ്തുമസ്.
രണ്ട് കാര്യങ്ങളാണ് ക്രിസ്തുമസിൽ ഓർക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പും ധൈര്യവും. ബേത്ലഹേമിൽ പിറന്ന, കാലിത്തൊഴുത്തിൽ പിറന്ന യേശുക്രിസ്തുവിനെ നോക്കി ഇന്നെനിക്ക് ദൈവതിരുസന്നിധിയിൽ സന്തോഷത്തോടെ നാളതുവരെ നടത്തിയ ദൈവത്തെ ഓർത്തുകൊണ്ട്, ദൈവ സാന്നിധ്യം സ്മരിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അനുഭവം രുചിച്ചറിഞ്ഞുകൊണ്ട് ഈ ക്രിസ്തുമസിൽ ഞാൻ സാക്ഷിക്കുകയാണ്. എൻ്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവ്, ആപത്തുകളിൽ എനിക്ക് കൂട്ടായിരുന്ന എൻ്റെ ദൈവം, എൻ്റെ നാഥനായി ഇന്ന് ബേത്ലഹേമിൽ പറഞ്ഞിരിക്കുന്നു. അവൻ എന്നോടുകൂടെയുണ്ട്, ഇന്നലെയും ഇന്നും നാളെയും. ഈ ഒരു വലിയ തിരുസാന്നിധ്യത്തിൻ്റെ ഉറപ്പ് നമ്മൾ ആഘോഷമാക്കുകയാണ് ക്രിസ്തുമസ് പെരുന്നാളിൽ, തിരുപ്പിറവി പെരുന്നാളിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിൽ എന്ന് നമുക്ക് ഒന്നാമത് നോക്കാം. രണ്ടാമത് ഒരു കാര്യവും കൂടിയുണ്ട്. ഈ തിരുപ്പിറവിയുടെ സന്ദേശം എങ്ങനെ എൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾക്ക് ഞാൻ എങ്ങനെ പകർന്നു കൊടുക്കാൻ സാധിക്കും? വേണ്ടത്ര വസ്ത്രമുടുപ്പാനില്ലാത്ത ഒരു പാവപ്പെട്ടവൻ, ക്രിസ്തുമസിന് ഒരു നല്ല ഉച്ചയൂണ് തയ്യാറാക്കാൻ ശേഷിയില്ലാത്തൊരു പാവപ്പെട്ടവൻ, പണമുണ്ടെങ്കിലും ഒറ്റപ്പെട്ടുപോയി നിരാശതയിൽ കഴിയുന്ന പ്രായമുള്ള ഒരു വൃദ്ധയോ ഒരു വൃദ്ധനോ, അല്ലെങ്കിൽ ശരീരം മുഴുവനും ചേതനയേറ്റ്, അരയ്ക്ക് കീഴ് ചേതനയേറ്റ് നടപ്പാൻ നിവൃത്തിയില്ലാതെ രോഗിയായി കഴിയുന്ന ഒരാളെ അയാൾക്കൊരു കൂട്ടുകൊടുക്കുവാൻ, അവരുടെ ഹൃദയത്തിൽ മന്ത്രിക്കുവാൻ നമ്മളുടെ സാന്നിധ്യം കൊണ്ട്, സഹായം കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ദൈവം ഇന്നും ജീവിക്കും. നമ്മളുടെ സാന്നിധ്യം ദൈവസാന്നിധ്യമായി തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ധാരാളം നമ്മളുടെ ജീവിതത്തിലുണ്ടാകും. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് തന്നെ അത്തരം നിമിഷങ്ങൾ തീർച്ചയായിട്ടും അനുഭവമാക്കുവാൻ കഴിയേണ്ടതുണ്ട്. ക്രിസ്തുമസിനെ സംബന്ധിച്ചുള്ള ദൂതുകൾ നൽകുന്ന അവസരത്തിൽ ആദ്യത്തെ ക്രിസ്തുമസ് കാർഡ് ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു പേജിൽ ഒരു ഫോൾഡർ, അതിൻ്റെ ഒരു പേജിൽ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവും മറിയമും ജോസഫും, ആ ചിത്രത്തോട് ഒപ്പം അതിന് തൊട്ടടുത്ത പേജിൽ ക്രിസ്തുമസ് ആഘോഷം, ഒരു കുടുംബം അത് ഒന്നിച്ചിരുന്ന ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിച്ച് അത് ആസ്വദിക്കുമ്പോൾ, ആ ക്രിസ്തുമസ് ആസ്വദിക്കുമ്പോൾ, ആ ക്രിസ്മസ് കാർഡിൽ വസ്ത്രമില്ലാത്ത ഒരാൾക്ക് വസ്ത്രം കൊടുത്തു, വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാളെ ചേർത്ത് വെച്ചു, കൂടെ ഇരുത്തിയും ക്രിസ്തുമസ് ആഘോഷമാക്കുന്ന ഒരു മാതൃകാ കുടുംബത്തിൻ്റെ ചിത്രം ആദ്യകാല ക്രിസ്തുമസ് ചിത്രങ്ങളിൽ ചേർത്തിരുന്നു എന്ന് നാം മറക്കരുത്. ഇന്ന് അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു പോകും. അത് കാർഡിൽ മാത്രം രചിക്കേണ്ടതൊന്നും അല്ലല്ലോ, നമ്മളുടെ ജീവിതത്തിൽ അത് ഉണ്ടാവേണ്ടതാണ്. ചുരുക്കം, ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഒന്നാമത്, ക്രിസ്തു ഇന്നും എന്നോടുകൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ, സന്തോഷ സന്താപങ്ങളിൽ കൂടെ ഇരുന്ന് നടത്തുന്ന ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ഈ സന്തോഷം എങ്ങനെയോ കൈമോശം വന്നുപോയ ഒരാളെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് ആഘോഷമാക്കുവാൻ കഴിയുമ്പോഴാണ് ക്രിസ്തുമസ് പൂർണ്ണമായി തീരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവരുടെ മനസ്സിൽ അവർ മന്ത്രിക്കണം, ഇതാ ഒരു ദൈവ പൈതലിൻ്റെ സാന്നിധ്യം വഴിയായി യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആ തിരുജനനം, തിരുപ്പിറവി ഇന്നും ഒരു സാന്നിധ്യമായി ഒരു ദൈവ പൈതലിലൂടെ ഞങ്ങൾ രുചിച്ചറിയുന്നുവെന്ന് ഒരാൾ സാക്ഷിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിരുപ്പിറവി ഒരു ആഘോഷമായി തീരുന്നത്.
അതിൻ്റെ പൂർണ്ണതയിൽ എന്നുള്ളത് നിങ്ങളെ നമ്മൾ ഗ്രഹിച്ചിരിക്കണം. 2025 ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാക്ഷ്യവും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ, ആഘോഷം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിൽ, യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഉദ്ദേശത്തിൽ പരിപൂർണമാക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ ഏറ്റവും സന്തോഷകരമായ ക്രിസ്തുമസ് 2025 നേരുന്നു. ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലിത്തൊഴുത്തിൽ പിറന്ന വീണ്ടെടുപ്പുകാരനായ നമ്മുടെ ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹവും കൃപയും എല്ലാവർക്കും നേർന്നുകൊണ്ട് നമസ്കാരം.